എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ബാങ്കുകളുടെ ദേശസാൽക്കരണവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫാക്ട്സുകളാണ്. കേറ്ററ്റിന്റെ ടോപ്പിക് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കേറ്ററ്റിന്റെയോ അല്ലെങ്കിൽ LP-UP ഒക്കെ സിലബസ് എടുക്കുകയാണെങ്കിൽ അവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ബാങ്കുകളുടെ ദേശസാൽക്കരണം എന്ന് പറയുന്ന ഒരു ടോപ്പിക് അല്ലെ. ഇനി LP-UPയും കേറ്ററ്റും മാത്രമായിട്ട് എടുക്കണ്ട, ബാക്കിയുള്ള നമ്മുടെ ജനറൽ PSC എടുത്താലും ബാങ്കുകളുടെ ദേശസാൽക്കരണവുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ഫാക്ട്സുകൾ നമ്മുടെ പരീക്ഷാ പേപ്പറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മളൊരു എക്സാമിന് പോകുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് പഠിച്ചു വെക്കേണ്ടത്, നമ്മുടെ SCERT പാഠപുസ്തകങ്ങളിൽ കൊടുത്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിനകത്ത് നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പൊ ബാങ്കുകളുടെ ദേശസാൽക്കരണമാണ് നമ്മൾ ഇന്നത്തെ പറയുന്നത് അല്ലെ. ഇപ്പൊ SCERT പാഠപുസ്തകങ്ങളിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് കേട്ടോ. ഇപ്പൊ LP-UPയുടെ ഒക്കെ സിലബസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, കറക്റ്റ് ആയിട്ട് അവിടെ ബാങ്കുകളുടെ ദേശസാൽക്കരണം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. സെയിം ടോപ്പിക് വൈസ് തന്നെ നമ്മുടെ SCERTയിലെ 10th ടെക്സ്റ്റ് ബുക്കിനകത്തും ഈ ഫാക്ട്സുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ എല്ലാ ടോപ്പിക് പഠിക്കുമ്പോഴും SCERT പാഠപുസ്തകങ്ങളിൽ ഈ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കിടക്കുന്നുണ്ട് എന്നുള്ളത് നോക്കിക്കോളുക കേട്ടോ. SCERTക്ക് മാത്രമല്ല എല്ലാ ഫാക്ട്സുകളും, എത്രത്തോളം ഫാക്ട്സ് ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുമോ ആ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോവാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ബാങ്ക് അല്ലെ, ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുജനങ്ങളിൽ നിന്ന് വായ്പകൾ അല്ലെങ്കിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും നിബന്ധനകൾക്ക് വിധേയമായി വായ്പകൾ നൽകുകയും ചെയ്യുന്ന ഒരു ധനകാര്യ സ്ഥാപനമാണ് എന്ത്, ബാങ്ക് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ബാങ്ക് പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി വായ്പകൾ നൽകുകയും ചെയ്യുന്ന സ്ഥാപനമാണ്. ഇനി ധനകാര്യ സ്ഥാപനമാണ് ബാങ്ക് അല്ലെ. അപ്പൊ ഈ ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ ബാങ്ക് മാത്രമാണോ വരിക? അല്ല, ധനകാര്യ സ്ഥാപനങ്ങളെ തന്നെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, ബാങ്കുകൾ എന്നും ബാങ്ക് ഇതര സ്ഥാപനങ്ങൾ എന്നും. അപ്പൊ ധനകാര്യ സ്ഥാപനങ്ങളെ തന്നെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, ബാങ്കുകൾ എന്നും ബാങ്ക് ഇതര സ്ഥാപനങ്ങൾ എന്നും. ബാങ്ക് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ബാങ്ക് ഇതര സ്ഥാപനം എന്താ? ബാങ്ക് ചെയ്യുന്ന എല്ലാ ധർമ്മങ്ങളും നിർവഹിക്കാത്ത എന്നാൽ ധനപരമായിട്ടുള്ള അല്ലെങ്കിൽ ധനകാര്യ ഇടപാടുകൾ നടത്തുന്ന, പണമിടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാങ്ക് ഇതര സ്ഥാപനങ്ങൾ എന്ന് പറയാം. അതായത് ബാങ്കുകൾ എന്തൊക്കെ ധർമ്മങ്ങളാണോ നിർവഹിക്കുന്നത്, ബാങ്കിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണോ അതെല്ലാം ആര് ചെയ്യണമെന്നില്ല, ആ ഒരു സ്ഥാപനം ചെയ്യണമെന്നില്ല. പക്ഷെ പണസംബന്ധമായിട്ടുള്ള ഇടപാടുകൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പൊ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് ഇതര സ്ഥാപനത്തിനുള്ള ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഏതാണ് എന്നുള്ളത്? KSFE അല്ലെ. KSFE എന്ന് പറയുന്നത് ഒരു ബാങ്ക് ഇതര സ്ഥാപനമാണ്. ബാങ്ക് ചെയ്യുന്ന എല്ലാ ധർമ്മങ്ങളും നിർവഹിക്കാത്ത എന്നാൽ പണസംബന്ധമായിട്ടുള്ള ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനമാണ് ബാങ്ക് ഇതര സ്ഥാപനങ്ങൾ. അപ്പൊ ധനകാര്യ സ്ഥാപനങ്ങളെ തന്നെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. അതിൽ ഒന്നാണ് ബാങ്ക്, മറ്റൊന്നാണ് ബാങ്ക് ഇതര സ്ഥാപനങ്ങൾ. അപ്പൊ ബാങ്ക് എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോ ഈ നമ്മളുടെ ഇവിടെയുള്ള ബാങ്കുകളൊക്കെ, ഇന്ത്യയിലുള്ള എല്ലാ ബാങ്കുകളും പ്രവർത്തിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ആരുടെ നിയമാവലിയുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തയ്യാറാക്കിയിട്ടുള്ള കുറച്ച് നിയമങ്ങളുടെയും നിബന്ധനകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇവിടെയുള്ള ബാങ്കുകളൊക്കെ പ്രവർത്തിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് നിലവിൽ വന്നത്? 1935 അല്ലെ. 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത്. എല്ലാവർക്കും അറിയാം അല്ലെ, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ്. അപ്പൊ ഈ ഒരു റിസർവ് ബാങ്ക് അല്ലെങ്കിൽ ഈ ഒരു ബാങ്ക് ആണ് ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളുടെയും ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട്? ബാങ്കുകളുടെ ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു, ബാങ്കുകളുടെ അമരക്കാരൻ എന്നറിയപ്പെടുന്നുണ്ട്. പരീക്ഷയിൽ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാണ്? അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളുടെയും നിയന്ത്രിക്കുന്ന വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് ആരാണ്?
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാന ചുമതലകളിൽ ഒന്നാണ് ഇത് വായ്പകളുടെ നിയന്ത്രണം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ബാങ്കുകളുടെ ബാങ്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നത്, അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളുടെ ഇവിടെയുള്ള ഇന്ത്യയിലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കുകളുടെ അവസാന ആശ്രയമായിട്ട് പ്രവർത്തിക്കുന്നത് തന്നെ ഏതാണ്? ഈ ഭാരതീയ റിസർവ് ബാങ്ക് ആണ്. നമ്മളുടെ റിസർവ് ബാങ്ക് ആണ് ബാങ്കുകളുടെ ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നത്. നമ്മൾ പറഞ്ഞു എല്ലാ ബാങ്കുകളുടെയും ഏറ്റവും കൺട്രോൾ എന്ന് പറയുന്നത് ആർക്കാണ്? അല്ലെങ്കിൽ ബാങ്കുകളുടെ എല്ലാത്തിന്റെയും നിയന്ത്രകൻ എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അല്ലെ. അപ്പൊ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തയ്യാറാക്കിയിട്ടുള്ള പൊതു നിയമാവലിയുടെയും നിബന്ധനകളുടെയും അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഓർത്ത് വെക്കുക. 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത്. നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് വേറെ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത് ബാങ്കുകളുടെ ദേശസാൽക്കരണത്തിലേക്ക് എത്തുന്ന ആ ഒരു മൊത്തത്തിലുള്ള കാര്യങ്ങൾ വളരെ കുറച്ച്, അതായത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ്സ് ആലോചിച്ചോളാം. 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത്. ആസ്ഥാനം മുംബൈ ആണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു, ബാങ്കുകളുടെ അമരക്കാരൻ എന്നറിയപ്പെടുന്നു, ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കിങ് മേഖലയിലെ അല്ലെങ്കിൽ അവരുടെ പണമിടപാടുകളുടെ അവസാന ആശ്രയമായിട്ട് പ്രവർത്തിക്കുന്നതും ആര് തന്നെയാണ്? റിസർവ് ബാങ്ക് ആണ്. നമ്മൾ പറഞ്ഞു റിസർവ് ബാങ്കിന്റെ ഒരു ചുമതല എന്താന്ന് പറഞ്ഞു അല്ലെ. എന്താണ് ചുമതല? പ്രധാനപ്പെട്ടിട്ടുള്ള ചുമതല എന്ന് പറയുന്നത് വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ വായ്പകളെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് അല്ലെ. അതേപോലെ തന്നെ 1 രൂപ നോട്ട് ഒഴികെയുള്ള എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ആണ് അല്ലെ. അപ്പൊ 1 രൂപ നോട്ട് അച്ചടിച്ചിറക്കുന്നത് ആരാണ്? കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പൊ അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളാം. അപ്പോൾ ഇവിടെയുള്ള ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്, നമ്മളുടെ ഇവിടെയുള്ള ധനകാര്യ സ്ഥാപനമായ ബാങ്ക് പ്രവർത്തിക്കുന്നത് ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തയ്യാറാക്കിയിട്ടുള്ള പൊതു നിയമാവലിയുടെയും നിബന്ധനകളുടെയും അടിസ്ഥാനത്തിലാണ്. ക്ലിയർ ആയോ? അപ്പൊ ഇനി നമ്മളുടെ ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ഒരു ബാങ്ക് അല്ലെങ്കിൽ ആദ്യത്തെ ബാങ്ക് നിലവിൽ വന്നത് ഏതാണ്? അതായത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ 1770 ഇന്ത്യയിൽ നിലവിൽ വന്ന അല്ലെങ്കിൽ ആധുനിക രീതിയിൽ നിലവിൽ വന്നിട്ടുള്ള ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ആ ഒരു ബാങ്ക് എന്ന് പറയുന്നത്. എപ്പോഴാണ് നിലവിൽ വന്നത്? 1770 അപ്പൊ ഇവിടെ നിന്നാണ് ഇന്ത്യയുടെ ബാങ്കിങ് മേഖലയുടെ വളർച്ച എന്ന് പറയുന്നത്. ഈ 1770 മുതലാണ് എന്ത് നമ്മൾ പറയേണ്ടത്? ഇന്ത്യയിലെ ബാങ്കിങ് മേഖലയുടെ വളർച്ച കണക്കാക്കുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ? ഇന്ത്യയുടെ ബാങ്കിങ് മേഖലയുടെ ദേശസാൽക്കരണവും അതുപോലെ തന്നെ ആ വികസനത്തിന്റെ വളർച്ച 3 ഘട്ടങ്ങളിലൂടെയാണ് നടക്കുന്നത്. ആ ഘട്ടങ്ങളെ കുറിച്ചിട്ടുമാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു ഇതിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിൽ ആ ഒരു തുടക്കം കുറിക്കുന്ന വർഷം എന്ന് പറയുന്നത് എത്രയാണ്? 1770 ആണ്. അപ്പൊ ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്ക് ഏതാണ്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. 1770 നിലവിൽ വന്നിട്ടുള്ള ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മൾ ഈ ഒരു 2 സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. പലതും പരീക്ഷയ്ക്ക് പലതവണ പല പരീക്ഷകളിൽ വന്നിട്ടുള്ളതാണ്. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ലെവലുള്ള ചോദ്യങ്ങളാവുന്ന സമയത്ത് നമ്മൾ ഇതിൽ ഓരോ പോയിന്റ്സും എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. കാരണം ഏതാണ് സ്റ്റേറ്റ്മെന്റ് രീതിയിലേക്ക് വരുമ്പോൾ അവർ മാറ്റി തരിക എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഈ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ പ്രീവിയസ് ഇയർ ചെയ്ത് നോക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ അവിടെയൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ഇത് നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണുമ്പോൾ തന്നെ അറിയാം, നമ്മളുടെ എയിം സ്റ്റഡി സെന്ററിൽ നിന്നുള്ള വിജയികളുടെ പിക്ചേഴ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലെ. അതായത് കഴിഞ്ഞ കേട്ടറ്റിലാണെങ്കിലും LP UPയിലാണെങ്കിലും എയിം സ്റ്റഡി സെന്ററിന്റെ ഭാഗമായി നിന്നുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഉന്നത വിജയം കൈവരിച്ച ആളുകളുടെ ഫോട്ടോസ് ആണ് ഇവിടെ കാണുന്നത്. അതായത് കേട്ടറ്റിനാണെങ്കിൽ 450-ലധികം കുട്ടികളാണ് എയിം സ്റ്റഡി സെന്ററിൽ നിന്ന് കഴിഞ്ഞ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തത് വിവിധ കാറ്റഗറികളിലായിട്ട്. LP UPയിലാണെങ്കിൽ 250-ലധികം കുട്ടികളാണ്
എയിം സ്റ്റഡി സെന്ററിൽ നിന്ന് ആ ഒരു ലിസ്റ്റിൽ ഇടം നേടിയിട്ടുള്ളത്. അപ്പോൾ വരാനിരിക്കുന്ന LP-UPക്കും അതുപോലെ തന്നെ കേട്ടറ്റിനും നമ്മൾ പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. അത് പുതിയ ബാച്ചുകൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡഡ് ആയിട്ടുള്ള സിലബസ് അധിഷ്ഠിതമായ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളായിരിക്കും. അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്ന തരത്തിലുള്ള PDF മെറ്റീരിയൽസ്. നിങ്ങൾക്കറിയാം ഈ SCRT പാഠപുസ്തകങ്ങൾക്ക് നമ്മളുടെ ഒക്കെ എക്സാമുകളിൽ ഏത് എക്സാം എടുത്താലും അതിലൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പോൾ ഓരോ SCRT പാഠപുസ്തകങ്ങളുടെയും റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ മോക്ക് ടെസ്റ്റുകളും മോഡൽ എക്സാമുകളും റിവിഷൻ ടെസ്റ്റുകളും OMR എക്സാമുകളും ഒക്കെ ആയിട്ട് നിരവധി എക്സാമുകൾ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം, ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും അതുപോലെ തന്നെ പുതിയ രീതിയിലുള്ള ചോദ്യോത്തരങ്ങളുടെ പരിചയപ്പെടലും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്ക് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് ലഭിക്കുക. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഇതിന്റെ ദേശസാൽക്കരണം, ബാങ്കുകളുടെ ദേശസാൽക്കരണമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മളുടെ പ്രീമിയം ക്ലാസ്സുകളിൽ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ SCRT പാഠപുസ്തകങ്ങളിൽ കൊടുത്തിട്ടുള്ള അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സുകളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ പ്രീമിയം കോഴ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും കോഴ്സിൽ ജോയിൻ ചെയ്യാനും ഒക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പോൾ നമ്മുടെ എയിംസിന്റെ ആപ്പാണ് ശ്രീ ലേണിംഗ് ആപ്പ്. നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫ്രീ ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ചാനലിൽ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ഡെയിലി ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതത് സമയത്ത് എത്തിച്ചേരും. അതുപോലെ നമുക്ക് ഫ്രീ ഗ്രൂപ്പുകൾ ഉണ്ട്. നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഫ്രീ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കും വാട്സാപ്പ് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ബാക്ക് ടു ടോപ്പിക്. നമ്മൾ പറഞ്ഞു 1770 മുതലാണ് നമ്മുടെ ബാങ്കിങ് മേഖലയുടെ വളർച്ച എന്ന് പറഞ്ഞു അല്ലെ. അവിടെ നിന്നാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ബാങ്കിങ് മേഖലയുടെ വളർച്ചയുടെ 3 ഘട്ടങ്ങളാണുള്ളത്. നമുക്ക് ഇതിനെ 3 ഘട്ടങ്ങളായിട്ട് തരംതിരിക്കാം. ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്ന 1770 മുതൽ 1969 ബാങ്കുകളുടെ ദേശസാൽക്കരണം വരെ. നമുക്കറിയാം 1969 ബാങ്കുകളുടെ ദേശസാൽക്കരണം അല്ലെ. അപ്പോൾ 1770 ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ അതിന്റെ ആ ഒരു തുടക്കം മുതൽ ബാങ്കുകളുടെ ദേശസാൽക്കരണം വരെയാണ് ആദ്യത്തെ ഒരു ഘട്ടമായിട്ട് ഇവിടെ കണക്കാക്കുന്നത്. ഇനി രണ്ടാമത്തെ ഘട്ടം 1969 മുതൽ 1990 വരെയുള്ള ആ ഒരു ഘട്ടമാണ്. അപ്പൊ 3 ഘട്ടങ്ങളിലൂടെയാണ് ബാങ്കിങ് മേഖലയുടെ വളർച്ച നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഘട്ടം 1770 മുതൽ 1969 വരെയുള്ള ഘട്ടം, രണ്ടാമത്തേത് 1969 മുതൽ 1990 വരെയുള്ള ഘട്ടം. ഇനി മൂന്നാമത്തെ ഘട്ടം എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ്? 1991 മുതലുള്ള ഇപ്പോഴുള്ള ആ ഒരു ഘട്ടം, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഓരോ സമയത്തും ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ്സ് ഉണ്ട് അല്ലെ. അത് നമ്മളിനി മൂന്നാമത്തെ തലമുറ, അതായത് നമ്മുടെ സ്റ്റിൽ ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ അപ്ഡേറ്റ്സുകൾ അല്ലെ, ബാങ്കിങ് മേഖലയിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ രീതികൾ, അപ്പൊ അതൊക്കെ ഓരോരോ ഘട്ടങ്ങളിലായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത്രത്തോളം ഡെവലപ്മെന്റ്സിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പൊ ആ ബാങ്കിങ് മേഖലയുടെ വളർച്ചയാണ് ഈ 3 ഘട്ടങ്ങളിലൂടെ പറയുന്നത്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഏതാണ്? ബാങ്കുകളുടെ ദേശസാൽക്കരണമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ എക്സാമിന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഓർത്ത് വെക്കേണ്ടത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ SCRTയിൽ കൊടുത്തിട്ടുള്ള ഫാക്ട് തന്നെയാണ്. അപ്പൊ നിങ്ങൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നോക്കിക്കോളുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാങ്കിങ് മേഖലയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചേക്കേണ്ട ഒന്നാണ് എന്ത്? ബാങ്കുകളുടെ ദേശസാൽക്കരണം. അപ്പൊ 1770 മുതൽ ബാങ്കുകളുടെ ദേശസാൽക്കരണം വരെയാണ് ആദ്യത്തെ ഘട്ടം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം എപ്പോഴാണ് നടന്നിട്ടുള്ളത്? എപ്പോഴാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു 1969 നടന്നിട്ടുള്ളത്. എപ്പോ? 1969 ജൂലൈ 19 നടന്നിട്ടുള്ളത്. 1969 ജൂലൈ 19 ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത്. വർഷം പഠിച്ചു വെച്ചോളാം. അപ്പോഴത്തെ അതായത് ഈ പറഞ്ഞിട്ടുള്ള ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട്
മനസ്സിലാക്കി പഠിച്ചു വെച്ചോളണം കേട്ടോ. അതായത് അറിയാത്ത ആളുകളാണ്, പുതിയതായിട്ട് പഠിക്കുന്ന ആളുകളാണെങ്കിൽ അവർ മാക്സിമം റിവിഷൻ ചെയ്ത് തന്നെ പഠിച്ചു പൊക്കോളാം. അറിയുന്ന ആളുകളാണെങ്കിലും നമ്മൾ ക്ലാസ്സുകൾ കാണുന്ന സമയത്ത് എന്തെങ്കിലും പുതിയ ഫാക്ട്സ് അവിടെ വരുന്നുണ്ടോ, അല്ലെങ്കിൽ SCERTയിൽ എന്താണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി റിവിഷൻ ചെയ്ത് പൊക്കോളാം കേട്ടോ. അപ്പോൾ 1969 ജൂലൈ 19-നാണ് ആദ്യത്തെ ബാങ്കുകളുടെ ആദ്യത്തെ ദേശസാൽക്കരണം നടക്കുന്നത്. ഇതിൽ എത്ര ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്? 14 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. എത്ര ബാങ്കുകളെ ദേശസാൽക്കരിച്ചു? 14 ബാങ്കുകളെയാണ് ആദ്യത്തെ ബാങ്കുകളുടെ ദേശസാൽക്കരണത്തിൽ ദേശസാൽക്കരിച്ചിട്ടുള്ളത്. ആ സമയത്തുള്ള പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരീക്ഷയിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. ബാങ്കുകളുടെ ദേശസാൽക്കരണം വർഷം ചോദിച്ചിട്ടുണ്ട്. എത്ര ബാങ്കുകളെ ദേശസാൽക്കരിച്ചു ചോദിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി ആരായിരുന്നു ചോദിച്ചിട്ടുണ്ട്. രാഷ്ട്രപതി ആരായിരുന്നു? ഇതൊക്കെ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പൊ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. രാഷ്ട്രപതി VV ഗിരി. ആ സമയത്തെ രാഷ്ട്രപതി ആരായിരുന്നു? VV ഗിരി. രാഷ്ട്രപതി VV ഗിരി, പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഇനി എത്ര കോടി ആസ്തിയുള്ള ബാങ്കുകളെയാണ് അന്ന് ദേശസാൽക്കരിച്ചത്? 50 കോടി ആസ്തിയുള്ള ബാങ്കുകളെയാണ് ആദ്യ ബാങ്ക് ദേശസാൽക്കരണത്തിൽ ദേശസാൽക്കരിച്ചത്. അങ്ങനെ എത്ര ബാങ്കുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത്? 14 ബാങ്കുകളെയാണ് ആദ്യ ഘട്ടത്തിൽ ദേശസാൽക്കരിച്ചത്. അപ്പൊ ബാങ്കുകളുടെ വളർച്ചയിലെ ആദ്യത്തെ ഘട്ടം 1770 മുതൽ ഈ 1969 ഒന്നാമത്തെ ബാങ്കുകളുടെ ദേശസാൽക്കരണം വരെയുള്ള ഘട്ടമാണ് അല്ലെ. അപ്പൊ അതിൽ 1969 ജൂലൈ 19-നാണ് ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത്. 14 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. 50 കോടി ആസ്തിയുള്ള 14 ബാങ്കുകളെയാണ് ആദ്യം ദേശസാൽക്കരിച്ചത്. ആ സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. ആ സമയത്തെ രാഷ്ട്രപതി ആരായിരുന്നു? VV ഗിരി. അപ്പൊ ഈ 4 പോയിന്റ്സും നിങ്ങൾ ഓർത്തു വെച്ചോളാം. കിട്ടിയില്ലേ? ഇനി അടുത്തത് നമുക്ക് രണ്ടാമത്തെ ബാങ്ക് ദേശസാൽക്കരണത്തെ കുറിച്ച് പറയണം അല്ലെ. അപ്പൊ രണ്ടാം ബാങ്ക് ദേശസാൽക്കരണം നടന്നത് 1980 ഏപ്രിൽ 15-നാണ്. അതായത് രണ്ടാമത്തെ ഘട്ടം അവസാനിക്കുന്നത് 1990-ലായിരുന്നു അല്ലെ. ബാങ്കിന്റെ വളർച്ചയിൽ 1969 ടു 1990 വരെയാണ് രണ്ടാമത്തെ ഘട്ടമായിട്ട് കണക്കാക്കുന്നത്. ബാങ്കിങ് മേഖലയുടെ വളർച്ച, ദേശസാൽക്കരണം അല്ല, ബാങ്കിങ് മേഖലയുടെ വളർച്ച അല്ലെ. അപ്പോ 1990 വരെയാണ് രണ്ടാമത്തെ ഘട്ടം ഉണ്ടായിരുന്നത്. 1980-ലാണ് രണ്ടാമത്തെ ദേശസാൽക്കരണം നടക്കുന്നത്. 90, അതായത് 10 വർഷം മുമ്പാണ് രണ്ടാമത്തെ ദേശസാൽക്കരണം നടക്കുന്നത്. വർഷം 1980 ഏപ്രിൽ 15. 1980 ഏപ്രിൽ 15. ഇനി ആ സമയത്ത് ദേശസാൽക്കരിച്ചിട്ടുള്ള ബാങ്കുകളുടെ എണ്ണം എത്രയാണ്? 6 എണ്ണം. 6 ബാങ്കുകളാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ അല്ലെങ്കിൽ രണ്ടാം ദേശസാൽക്കരണ സമയത്ത് ദേശസാൽക്കരിച്ചിട്ടുള്ളത്. ആദ്യത്തേതില് 14 ആയിരുന്നു. രണ്ടാമത്തേല് 6 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചിട്ടുള്ളത്. ഇനി ആ സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു? നീലം സഞ്ജീവ റെഡ്ഡി. ആരാണ്? നീലം സഞ്ജീവ റെഡ്ഡിയാണ് ആ സമയത്തെ രാഷ്ട്രപതി. അപ്പൊ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി തന്നെയാണ്. 2 ബാങ്കുകളുടെയും ദേശസാൽക്കരണ സമയത്തും പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തന്നെയാണ്. രാഷ്ട്രപതിയുടെ കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ആദ്യത്തേല് VV ഗിരി ആയിരുന്നു. ഇപ്പോ രണ്ടാമത്തേൽ ആരാണ്? നീലം സഞ്ജീവ റെഡ്ഡി. 1980 ഏപ്രിൽ 15-നാണ് രണ്ടാം ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത്. ഇതില് 200 കോടി ആസ്തിയുള്ള ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. 200 കോടി ആസ്തിയുള്ള ബാങ്കുകളെയാണ് രണ്ടാമത്തെ ബാങ്ക് ദേശസാൽക്കരണത്തിൽ ദേശസാൽക്കരിക്കപ്പെട്ടിട്ടുള്ള ബാങ്കുകൾ എന്ന് പറയുന്നത്. 200 കോടി ആസ്തിയുള്ള ബാങ്കുകൾ, അതായത് 6 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചിട്ടുള്ളത്. അപ്പൊ 2 ബാങ്ക് ദേശസാൽക്കരണം ആലോചിച്ച് വെച്ചോളാം. ആദ്യത്തേത് 1969-ലാണ് നടന്നിട്ടുള്ളത്, ജൂലൈ 19-ന് അല്ലെ. 1969 ജൂലൈ 19-നാണ് ആദ്യത്തെ. 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. ഇന്ദിരാഗാന്ധി, VV ഗിരി, 50 കോടി ആസ്തിയുള്ള ബാങ്കുകൾ. രണ്ടാമത്തെ 1980 ഏപ്രിൽ 15-നാണ് 200 കോടി ആസ്തിയുള്ള 6 ബാങ്കുകൾ അല്ലെ. 200 കോടി ആസ്തിയുള്ള 6 ബാങ്കുകളെ ദേശസാൽക്കരിച്ചു. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി,
രാഷ്ട്രപതി ആരായിരുന്നു? നീലം സഞ്ജീവ റെഡ്ഡി. അപ്പൊ ഈ രണ്ട് ദേശസാൽക്കരണവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട്സുകളും ആലോചിച്ച് വെച്ചോളാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ 3 ഘട്ടങ്ങൾ പറഞ്ഞു അല്ലെ, അതായത് 2 ഘട്ടങ്ങളുടെ കാര്യങ്ങൾ വരെയുള്ളത് നമ്മൾ ഇനി മൂന്നാമത്തെ ഘട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത് അത് നമ്മളുടെ ഇപ്പോൾ ഡെയിലി ഉള്ള കാര്യങ്ങൾ ആലോചിച്ചാൽ തന്നെ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ ഈ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. അതിനു മുമ്പ് ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റ്, ദേശസാൽകൃതമായ ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ച വർഷം പരീക്ഷയിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. 1993. 1993 ഈ ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചിട്ടുള്ളത്. അത് നോട്ട് ചെയ്ത് വെച്ചോളാം കേട്ടോ. അപ്പൊ ഇനി നമ്മൾ പറഞ്ഞു 2 ഘട്ടങ്ങളുടെ കാര്യം പറഞ്ഞു അല്ലെ. 1770 മുതൽ 1969 വരെയുള്ള 1ാം ഘട്ടം, 1969 മുതൽ 1990 വരെയുള്ള 2ാം ഘട്ടം, 1991 മുതലുള്ള 3ാമത്തെ ഘട്ടം അല്ലെ. 1991 മുതലുള്ള 3ാമത്തെ ഘട്ടം. ആ 3ാമത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അവിടെ ഉണ്ടായിട്ടുള്ള വികസനങ്ങൾ നമുക്ക് ഈ പറഞ്ഞാൽ തന്നെ മനസ്സിലാവും. ATM, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ്, ഫോൺ ബാങ്കിങ്, നെറ്റ് ബാങ്കിങ്, കോർ ബാങ്കിങ്, ഇങ്ങനെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ നടപ്പിലാക്കിയ വികസന ഘട്ടമാണ് ഏത്? 3ാമത്തെ ഘട്ടം അല്ലെ. സ്റ്റിൽ നമ്മളിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ നെറ്റ് ബാങ്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെ, ATM, ക്രെഡിറ്റ് കാർഡ്, ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെ വന്നിട്ടുള്ള ആ ഒരു വികസന ഘട്ടമാണ് ഏത്? 3ാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. അത് തുടങ്ങിയിട്ടുള്ളത് എപ്പോഴാണ്? 1991 മുതലാണ്. ഓക്കെ, അപ്പോൾ നൂതന ബാങ്കുകൾ, അതായത് ഇപ്പൊ നമ്മളുടെ നിലവിലുള്ള ബാങ്കുകൾ നമുക്ക് തരുന്ന സർവീസുകൾ, ഇതൊക്കെ തുടങ്ങിയിട്ടുള്ള ആ ഒരു ഘട്ടത്തിനെയാണ് നമ്മൾ 3ാമത്തെ ഘട്ടം എന്ന് പറയാം. അപ്പൊ അതിലെ തന്നെ ആണ് എന്ത് പറയുന്നത്? പുത്തൻ തലമുറ ബാങ്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3ാം ഘട്ടത്തിൽ ലൈസൻസ് ലഭിച്ചിട്ടുള്ള നൂതന പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിലാക്കിയിട്ടുള്ള സ്വകാര്യ ബാങ്കുകൾ അറിയപ്പെടുന്നതാണ് എന്ത്? പുത്തൻ തലമുറ ബാങ്കുകൾ എന്നുള്ളത്. അതായത് ഈ നമ്മളുടെ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ എല്ലാ കാര്യങ്ങളും, ബാങ്കിങ് സർവീസുകളൊക്കെ, അതൊക്കെ വേഗത്തിലാക്കിയിട്ടുള്ള ഈ നൂതന സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗപ്പെടുത്തി അതൊക്കെ വേഗത്തിലാക്കിയിട്ടുള്ള സ്വകാര്യ ബാങ്കുകൾ അറിയപ്പെടുന്നതിനാണ് അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? പുത്തൻ തലമുറ ബാങ്കുകൾ എന്നാണ് അറിയപ്പെടുന്നത്. സ്വകാര്യ ബാങ്ക് എന്നാണ് പറഞ്ഞത് അല്ലെ. സ്വകാര്യ ബാങ്കുകൾ അറിയപ്പെടുന്നതാണ് പുത്തൻ തലമുറ ബാങ്കുകൾ എന്നുള്ളത്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അല്ലെ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക്. നമുക്കറിയാം SBIയിൽ കുറെ ബാങ്കുകൾ ലയിച്ചു അല്ലെ. എപ്പോഴാണ് ലയിച്ചത്? 2017. 2017 ഏപ്രിൽ 1 SBIയിൽ കുറച്ച് ബാങ്കുകളൊക്കെ ലയിച്ചു അല്ലെ. ഏതൊക്കെ ബാങ്കുകളാണ് ലയിച്ചത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാട്യാല, ഭാരതീയ മഹിളാ ബാങ്ക്. ഈ 5 ബാങ്കുകളും 2017 ഏപ്രിൽ 1 SBIയുമായിട്ട് ലയിച്ചു അല്ലെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ആണ് SBI എന്ന് പറയുന്നത്. ഇതില് എത്ര ബാങ്കുകളാണ് ലയിച്ചിട്ടുള്ളത്? 5 ബാങ്കുകളാണ് ലയിച്ചിട്ടുള്ളത്. ഒന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാട്യാല, ഭാരതീയ മഹിളാ ബാങ്ക്. ഈ ബാങ്കുകളെല്ലാം SBIയിൽ ലയിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ആണ് ഏത്? SBI എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് ഈ ബാങ്കുകളുടെ ദേശസാൽക്കരണം അല്ലെങ്കിൽ ബാങ്കിങ് മേഖലയുടെ വളർച്ചയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ആ 3 വികസന ഘട്ടങ്ങൾ ആലോചിച്ച് വെച്ചോളാം. 1770 മുതൽ 1969 ബാങ്കുകളുടെ ദേശസാൽക്കരണം വരെയുള്ള ആദ്യത്തെ ഘട്ടം, 2ാമത്തെ ഘട്ടം എന്ന് പറയുന്ന 1969 മുതൽ 1990 വരെയുള്ള 2ാമത്തെ ഘട്ടം, 3ാമത്തെ ഘട്ടം 1991 മുതലുള്ളത് അല്ലെ. അതായത് ഈ നൂതന സാങ്കേതിക വിദ്യകളൊക്കെ നടപ്പിലാക്കിയിട്ടുള്ളതാണ് ആ ഒരു 3ാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഇതിനിടയിൽ 2 ബാങ്കുകളുടെ ദേശസാൽക്കരണം നടന്നു. ആദ്യത്തെ 1969 നടന്നത് അല്ലെ. ജൂലൈ 19 നടന്നു. അതിൽ 14 ബാങ്കുകളെ ദേശസാൽക്കരിച്ചു. 50 കോടി ആസ്തിയുള്ള 14 ബാങ്കുകളെ ദേശസാൽക്കരിച്ചു. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി, VV ഗിരി ആയിരുന്നു അവിടുത്തെ രാഷ്ട്രപതി എന്ന് പറയാം. ആ സമയത്തെ രാഷ്ട്രപതി. 2ാം ബാങ്ക് ദേശസാൽക്കരണം നടന്നത് 1980 നടന്നത് അല്ലെ. 1980 നടന്നത്. ഏപ്രിൽ 15 നടന്നിട്ടുള്ളത്. അതിൽ 6 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്.
അതിൽ 200 കോടി ആസ്തിയുള്ള ബാങ്കുകളെയാണ് രണ്ടാം ഘട്ടത്തിൽ അല്ലെങ്കിൽ രണ്ടാം ബാങ്ക് ദേശസാൽക്കരണ സമയത്ത് ദേശസാൽക്കരിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു, രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡിയാണ്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള പുത്തൻ തലമുറ ബാങ്കുകൾ അല്ലെ, ആ കാര്യം, അതുപോലെ തന്നെ SBIയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്സുകൾ, ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ SCERTയിൽ കൊടുത്തിട്ടുള്ള ഫാക്സുകൾ തന്നെയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നോട്ട്സ് എഴുതി വെച്ച്, അതായത് മാക്സിമം റിവിഷൻ ചെയ്ത് പഠിക്കുക കേട്ടോ. ഏത് ഫാക്ട് ആണെങ്കിൽ നമ്മൾ ഒരു ദിവസം എത്ര ഫാക്ട് പഠിച്ചു എന്നുള്ളതല്ല, എത്ര ഫാക്ട് പഠിച്ചതിൽ എത്ര ഫാക്ട് നമുക്ക് മെമ്മറിയിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ മാക്സിമം എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക കേട്ടോ. ഡെയിലി റിവിഷൻ ചെയ്യുക, വീക്ക്ലി റിവിഷൻ ചെയ്യുക, മന്ത്ലി റിവിഷൻ ചെയ്യുക. റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാണ്, റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ നിങ്ങളുടെ എക്സാമിൻ്റെ ഇതിലുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിച്ചോളാം കേട്ടോ. അപ്പോൾ എല്ലാവരും എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട, ഇപ്പം മുതൽ തന്നെ പഠിച്ച് തുടങ്ങിക്കോളുക. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ റാങ്ക് എത്തുന്നത് വരെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു അഡ്വൈസ് മെമ്മോ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്തോളാം, പഠിച്ചോളുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ബാക്കിയുള്ള ഇതുപോലെയുള്ള ടോപ്പിക്സ് നമ്മൾ ഡെയിലി നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക കേട്ടോ. താങ്ക്